നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതനധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം രംഗത്ത്. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന പ്രസ്താവനയാണ് പിണറായി വിജയൻ നടത്തിയതെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ഷഹ്സാദ് പുനെവാലെ അഭിപ്രായപ്പെട്ടു. പരാമർശം ചില പ്രത്യേക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. മറ്റു മതങ്ങളെ ഇതുപോലെ അവഹേളിക്കാൻ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിനോട് അനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായിരിക്കുന്നത്. ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല, മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത് സന്യാസിവര്യനായിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. സനാതനധർമ്മത്തെ അധിക്ഷേപിക്കാൻ ശിവഗിരി സമ്മേളന വേദി ഉപയോഗിച്ചതിലൂടെ ശ്രീനാരായണീയരെ അവഹേളിക്കുകയാണ് പിണറായി വിജയൻ എന്ന് വി മുരളീധരൻ വ്യക്തമാക്കിയത്. പരിശുദ്ധ ഖുറാനെക്കുറിച്ചോ മറ്റേതെങ്കിലും വിശ്വാസധാരയെക്കുറിച്ചോ ഇതുപോലെ പറയാൻ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ശ്രീനാരായണ ധർമ്മത്തെ ശിവഗിരിയിൽ അവഹേളിച്ച് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരുദേവനെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കാണുന്നത് പിണറായി വിജയന് വരണ്യ മനസ്സുള്ളതുകൊണ്ടാണ്. ഗുരുദേവൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവതാര പുരുഷനാണ്. അദ്ദേഹം 60ഓളം കൃതികൾ ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സനാതന ധർമ്മത്തെ നിർവഹിച്ച മഹാത്മാവാണ് ഗുരുദേവൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അവഹേളിച്ചവരുടെ പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത്. കേവല ഭൗതികവാദി എന്ന നിലയിലാണ് ഹിന്ദുക്കളെയും ഹൈന്ദവ പാരമ്പര്യങ്ങളെയും പിണറായി വിജയൻ അധിക്ഷേപിച്ചതെങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ച് മറ്റു മതങ്ങളെയും ആക്ഷേപിക്കാനുള്ള ചങ്കൂറ്റം പിണറായിക്ക് ഉണ്ടാകുമോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരുടെ മുന്നിൽ മുട്ടിട്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് നമ്മൾ ഈയിടെ കണ്ടത്. മറ്റു യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ ഖുറാനെയോ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. മറ്റ് മതവിശ്വാസങ്ങളെ ഇതേ തള്ളിപ്പറയാൻ CPM-ഉം പിണറായി വിജയനും തയ്യാറാകുമോ? ഗുരുദേവൻ സനാതന ധർമ്മി അല്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവനയാണ് വിവരക്കേട്. ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതന ധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രി പദവിക്കും യോജിച്ചതല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.